കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എത്രയോ ഭക്തന്മാർ തങ്ങളുടെ മരണക്കിടക്കുകളിൽ ഇത് പാടിയിട്ടുണ്ട്. ഇരുണ്ട പാത പ്രകാശമാനമാക്കിയിട്ടുണ്ട്. അവൻ മരിക്കാൻ തുടങ്ങുമ്പോഴും ദൈവത്തോടുകൂടെ നടക്കുകയാണ്. പോകാനുള്ള വഴി നിശ്ചയമുള്ളവനെ പോലെ മരിക്കുന്ന വിശുദ്ധന് ഒരു പരിഭ്രാന്തിയുമില്ല. അവൻ ഭയപ്പെട്ടു ഓടുകയല്ല, താഴ്വരയിൽ കൂടി നടക്കുകയാണ്. മരണത്തിൻ്റെ ഇടനാഴിയിൽ കൂടി നടന്നു അമർത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം മരിക്കുകയല്ല, തേജസ്സിൽ ഉണരാനായി നിദ്ര കൊള്ളുകയാണ്. അത് മരണത്തിൻ്റെ താഴ്വരയല്ല, മരണനിഴലിൻ താഴ്വരയാണ്. എന്തുകൊണ്ടെന്നാൽ മരണം അതിൻ്റെ തത്വത്തിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ നിഴൽ മാത്രമേ ഉള്ളൂ. നിഴലിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് നാം നിഴലിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ അരുമനാഥനായ ക്രിസ്തു നമ്മോട് കൂടെയുള്ളപ്പോൾ നാം മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. തിരമാലയിൽ അലയുന്ന കപ്പലുള്ള എല്ലാവരും ഭയപ്പെടും, എന്നാൽ അതിൽ ഒരമ്മയുടെ മാർവിലിരിക്കുന്ന കുഞ്ഞ് ഭയപ്പെടുന്നില്ല. കാരണം അമ്മ അതിനോടുകൂടെ ഇരുന്നാൽ മാത്രം മതി എന്നത് ആഗ്രഹിക്കുന്നു. ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് എന്നറിയുന്നത് എത്ര ആശ്വാസകരം. സ്വർഗീയ യാത്രക്കാരന് എപ്പോഴും നല്ല ഒരു കൂട്ടുണ്ട്. മനുഷ്യനെല്ലാം ഉപേക്ഷിക്കുമ്പോഴും കൊടും കാറ്റിൻ്റെ മധ്യത്തിലും കർത്താവ് അവൻ്റെ സമീപത്തുണ്ട്. ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തവൻ്റെ സാന്നിധ്യം മാത്രം നമുക്ക് മതി.